എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Knight of Swords, Knight of Cups, 8 of Wands, 10 of Pentacles, Tower Moment and Temperance energy. ആദ്യം തന്നെ നൈറ്റ് ഓഫ് സോഡ്സ് ആൻഡ് ടവർ മൊമെൻ്റ് ആണ്. പുതിയൊരു തുടക്കം ജീവിതത്തിൽ സമ്മാനിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനോഭാവം എങ്ങനെയാണ് ജീവിതത്തോട് എന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമെന്ന് പറയാം. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചലഞ്ചസ് പലതിനെയും നമ്മൾ ഒരു നെഗറ്റീവ് രീതിയിൽ നോക്കിക്കാണുകയോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോട് നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പോസിറ്റിവിറ്റി, അതായത് ഈ ഒരു തടസ്സമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരു ചലഞ്ചാണ്. ആ ഒരു ചലഞ്ചിനെ നിങ്ങൾ അതിജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു മനോധൈര്യം, ആത്മവിശ്വാസം, അതേപോലെ നിങ്ങളതിനെ ജയിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിന് മുമ്പിലുള്ള അതിനെ മറികടന്ന് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങൾ അപ്പോഴാണ് കണ്ടെത്തുന്നത്. പക്ഷേ അതൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി അവിടെ തളർന്നിരിക്കുക, ഇനി മുന്നോട്ടേക്ക് പോകുക, അത് ഡോണ്ട് ഗീവ് അപ്പ്, അത് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിലുള്ളത് നിങ്ങൾക്ക് കാത്തിരിക്കുന്ന നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനം. ഏത് രീതിയിൽ നിങ്ങൾ കാര്യത്തെ നോക്കി കാണുന്നു എന്നതാണ്. കാരണം ഇവിടെ ഒരു ടവർ മൊമെൻ്റ് എനർജി, അതായത് എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ അത് ഒരു നഷ്ടമായിട്ടോ ഒരു തടസ്സമായിട്ടോ ഒരു തരത്തിൽ പറഞ്ഞ ഒരു ലോസ് എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിനി അങ്ങനെയല്ല വേണ്ടത്, അത് വീണ്ടും ആദ്യം മുതൽ തുടങ്ങേണ്ടി വരുന്നു. ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ അത് വീണ്ടും അതിലെന്തോ പ്രശ്നങ്ങൾ, അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് വീണ്ടും അത് ഇടിച്ചു പൊളിഞ്ഞ് കളഞ്ഞ് ഇനിയും തുടരേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷൻ ആ ഒരു രീതിയിൽ ആവാം. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ലിറ്ററലി ഒരു ബിൽഡിംഗ് ഇതാക്കുന്നതിനെ കുറിച്ചിട്ടല്ല, മറിച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നേന്ന് അത് പ്ലാനിങ് ആയിക്കൊള്ളട്ടെ, അത് ഓൾറെഡി അത് സ്ട്രക്ചർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നോട്ടേക്ക് പോയിട്ടുള്ളതായിക്കോട്ടെ, അത് പുറകോട്ടേക്ക് വന്ന് വീണ്ടും അതിൽ തിരുത്തലുകൾ നടത്തി പുനർസൃഷ്ടിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് നെഗറ്റീവായിട്ട് ചിന്തിച്ച് കൊണ്ടിരുന്നാൽ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. പിന്നെ ഇവിടുത്തെ ഒരു എനർജി ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട്, കരിയറിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏതൊരു സുഹൃത്താണ് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പോയി ചെയ്യുന്ന ഒരാൾ, അങ്ങനെയുള്ള വ്യക്തികളിൽ നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ളൊരു ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളെ നെഗറ്റീവായിട്ട് പറയുക, ചിന്തിക്കുക, നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് നിങ്ങളെ ബാധിച്ച് കൊണ്ട് നിൽക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾ പുറത്ത് കടക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മൈൻഡ് സെറ്റ് നേരെയാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം. ആ പോസിറ്റിവിറ്റി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ഒത്തിരി അവസരങ്ങളുണ്ടാകാം. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അതിപ്പോൾ ജോലിയിലാണെങ്കിലും മറ്റുള്ള സിറ്റുവേഷൻ, നിങ്ങൾ കുടുംബത്തിൽ ഒത്തുകൂടൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ഫാമിലി ഗെറ്റ് ടുഗെദർ, റിലേറ്റീവ്സ്, ഫാമിലി, ആരുടെയെങ്കിലും ബർത്ത്ഡേ പാർട്ടിയോ വിവാഹമോ മറ്റെന്തെങ്കിലും സിറ്റുവേഷനിലും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ മുതിർന്നവരായിരിക്കാം, അല്ലെങ്കിൽ ബഹുമാനം കൊണ്ടൊക്കെ അവർ പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്ന ഒരു രീതിയാണെങ്കിൽ അതിനെ എതിർത്ത് പറയുക എന്നുള്ളതല്ല, നിങ്ങൾ മര്യാദയുടെ ഭാഷയിൽ, അതായത് ആവശ്യത്തിൽ കവിഞ്ഞ് മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയോ നിങ്ങളെ അപമാനിക്കുകയോ അനുവദിക്കാതിരിക്കാതെ ഇനി ആരായാലും. പക്ഷേ ചില ആളുകൾ ചിന്തിക്കും അത് മുതിർന്നവരോട് ആയതുകൊണ്ടൊന്നും സംസാരിക്കില്ല എന്നുള്ള രീതിയിൽ. മുതിർന്നവരോട് എതിർത്ത് സംസാരിക്കാനോ വഴക്കിടാനോ എന്നുള്ളതല്ല, പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അതങ്ങനെയല്ലായിരുന്നു, ഞാൻ ഇത് ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്ത് ആ ഒരു രീതിയിൽ വളരെ സഭ്യമായിട്ടുള്ള വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക, അല്ലാത്ത പക്ഷം എന്നും നിങ്ങളൊരു അടിമയായിട്ട് അല്ലെങ്കിൽ നിങ്ങളെന്നും താഴ്ത്തിക്കൊട്ടിക്കൊണ്ടാണ് ആളുകൾ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളുക. അത് വേറൊരു രീതി. അത് ചില ആളുകൾ അവർ പറയുന്ന കാര്യം സത്യമായാലും നുണയായാലും മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുമ്പോൾ ഒരു സുഖമായിരിക്കാം. എന്തായാലും
ഇത് നിങ്ങളുടെ ജീവിതമാണെന്നുള്ളത് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുത്ത് മുന്നോട്ടേക്ക് പോയില്ല എങ്കിൽ എന്നും ആ ഒരു നിലത്ത് കിടക്കേണ്ടി വരുമെന്നുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്ത് ഈ മാസം വളരെയധികം ദൈവാനുഗ്രഹമുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ പലതും നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ജോലി സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ഇമോഷണലി മറ്റുള്ളവരും നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നിന്നാൽ തീർച്ചയായിട്ടും അതും അവസരം ഉണ്ടാവില്ല. അവർക്ക് അവസരം നിങ്ങൾ കൊടുക്കാതിരുന്നാൽ മതി. പിന്നെ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ പ്രൊമോഷന് സാധ്യതയുണ്ട്. നിങ്ങളുടെ മേലധികാരികൾ ചെയ്യുന്ന വർക്ക് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ജോലി നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ട് ജോലി സാഹചര്യത്തിൽ മേഖലയിൽ നിങ്ങളെ നല്ല രീതിയിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അതേപോലെ കുടുംബ അന്തരീക്ഷത്തിൽ ഫാമിലി അറ്റ്മോസ്ഫിയർ വളരെ പോസിറ്റീവാണ്. ഫാമിലിയായിട്ട് ഒത്തിരി സമയം ചിലവഴിക്കാൻ പറ്റുന്നു, യാത്രകൾ ചെയ്യാൻ പറ്റുന്നു, ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് രീതിയിൽ ജീവിതത്തെ നോക്കി കാണുന്നു, ഏത് രീതിയിൽ നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, ആ രീതിയിൽ നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അതായത് നമ്മൾ ജീവിതത്തിൽ മുന്നേറുക, കരിയറിൽ മുന്നേറുക, ഫിനാൻഷ്യലി മുന്നേറുക, ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ജോലി ചെയ്യുന്നു, സാമ്പത്തികം, വരുമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ജോലി ഒരു തൃപ്തികരമായിട്ടുള്ള ജോലി തന്നെയാണ്. പക്ഷെ അത് കൂടാതെ നിങ്ങൾക്ക് ജീവിതത്തിലൊരു നിയോഗം ഉണ്ടല്ലെങ്കിൽ ജോലി, ഫാമിലി ലൈഫ്, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഈ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. പിന്നെ ഫാമിലിയോടുള്ള അടുപ്പവും കൂടുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. കാരണം നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ടെമ്പറൻസ് എനർജിയാണ്. ഫാമിലി എന്ന് പറയുന്നത് ജോലി, ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ ജോലിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇത്ര സമയം മുതൽ ഇത്ര സമയമാണ് നിങ്ങളുടെ ജോലി ടൈം, 9 to 5 അല്ലെങ്കിൽ ഏത് ഒരു രീതി. അതിനുശേഷം ഫാമിലിയിലേക്ക് കയറുമ്പോൾ ഫാമിലി, അത് പിന്നെ ജോലി കാര്യങ്ങൾ, ജോലിയുടെ ടെൻഷൻ മനസ്സിൽ വെച്ച് ഭൂരിഭാഗം വരുന്ന ആളുകൾ വീട്ടിൽ വരുമ്പോഴും ചിലപ്പോൾ ജോലിയുടെ ചിന്തകൾ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും എടുത്ത് മാറ്റേണ്ട അനിവാര്യതയെക്കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കുക, ഫാമിലിയോടൊപ്പം ഇരിക്കുമ്പോൾ കുടുംബത്തിലെ കാര്യങ്ങൾ, പിന്നെ കുടുംബത്തിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ ഒരു എനർജി ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വർക്കിലാണെങ്കിൽ വർക്ക് റിലേറ്റഡ്, ഫാമിലിയിലാണെങ്കിലോ ആ കാര്യം ചെയ്തില്ലല്ലോ, ഈ കാര്യം ചെയ്ത്, അല്ലെങ്കിൽ ഇന്ന പണം അടച്ചില്ല, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ. ഒരു കാര്യം നിങ്ങൾ ഒരിക്കലത് ചിന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരിക്കലത് പറഞ്ഞ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നീട് ഇന്ന ദിവസത്തേക്ക് മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതോ ഒരു ടൈം വയ്ക്കുക. അല്ലാതെ എല്ലാ ദിവസവും ഒരേ കാര്യം ഇങ്ങനെ വെറുതെ സംസാരിച്ചു കൊണ്ടിരുന്നുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ അത് ഇന്ന സമയത്ത് ഇന്ന ദിവസത്തേക്ക് എന്നുള്ളത് ചിന്തിക്കാം. അല്ലാത്ത പക്ഷം ഈ വെറുതെ പായാരം പറയുക എന്ന് നമ്മൾ പറയും, അത് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് അതല്ല ഫാമിലി ടൈം, ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ, സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫാമിലിയായിട്ട് പങ്കുവയ്ക്കുക. യാത്രകൾ പോവുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ചിലവാക്കുന്ന പൈസ അല്ലെങ്കിൽ യാത്രയ്ക്കുള്ള പൈസ അതൊരു നെഗറ്റീവ്, അതായത് ഇത്രയും പൈസ ചിലവാക്കി എന്നുള്ളൊരു ചിന്ത ചില ആളുകളിലുണ്ട്. ആ ഒരു ചിന്തയിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ പറയാനുള്ള ഒരു കാര്യം. കാരണം നിങ്ങൾ ഫാമിലിയോടൊപ്പം ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ്. അതിന് വിലയിടാതിരിക്കുക എന്നുള്ളത്. 8 of Wands ടവർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു ടൈം നിങ്ങൾക്കുണ്ട്. ആ ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ ഫാമിലിക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഫാമിലിയുടെ ആ ഒരു ഇതിന് വേണ്ടി നിന്നിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം, ഒരു സെൽഫ് കെയർ എടുക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി. അപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിൽ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നൊരു സമയമാണ്.
പ്രായമായി അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടമ്മയാണ്, നിങ്ങൾക്കൊന്നും അറിയില്ല, ഈ ഒരു ചിന്തയൊക്കെ മാറ്റിവെച്ച് എന്താണോ നിങ്ങൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിച്ചത്, ഇതുവരെ നേടാതെ പോയത്, അത് നേടാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ്. ജീവിതം പുനർസൃഷ്ടിക്കുന്ന ഒരു റീബേർത്തിൻ്റെ സമയമാണ്. ജീവിതം വീണ്ടും പുനർസൃഷ്ടിക്കാൻ പറ്റിയ സമയമാണ്. നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. കാര്യങ്ങൾ സ്മൂത്തായിട്ട്, ഡോക്യുമെൻറ്റേഷൻസ്, കോൺട്രാക്ട്സ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. സർക്കാർ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ടേക്ക് ഇറങ്ങാൻ പറ്റിയ സമയം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.